പലനാടൻ ട്രാവലറിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. കാംഗോ കേവ്സിൻ്റെ കാഴ്ചകൾക്ക് ശേഷം സൗത്ത് ആഫ്രിക്കയിലെ ഔട്ട്ഷോണിലെ ഒരു ഓസ്ട്രിച്ച് ഫാം കാണുകയാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ഒട്ടകപക്ഷികളുടെ ഫാമും അവയുടെ തൂവലും സ്കിന്നുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന മനോഹരമായ വസ്തുക്കളൊക്കെ കാണാൻ കഴിയുന്ന ഫാമിലേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത്. കാംഗോ കേവ്സിൽ നിന്നും 40 കിലോമീറ്റർ ദൂരമുണ്ട് ഹൈഗേറ്റ് ഓസ്ട്രിച്ച് ഷോ ഫാമിലേക്ക്. റോഡിൻ്റെ വശങ്ങളിൽ ഇടയ്ക്ക് കുരങ്ങ് വർഗത്തിൽപ്പെട്ട ബബൂണുകളെ കാണാൻ കഴിയുന്നുണ്ട്. ബബൂണുകൾ പ്രധാനമായും കരയിൽ ജീവിക്കുന്നവയാണ്. മറ്റ് കുരങ്ങുകളെ അപേക്ഷിച്ച് ഇവ കൂടുതൽ സമയവും നിലത്താണ് ചിലവഴിക്കുന്നത്. ഔട്ട്ഷോണിലേക്ക് പോകുന്ന മെയിൻ പാതയായ R328 ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. ഇരുവശത്തും മനോഹരമായ കാഴ്ചകളാണ്. വലതുവശത്ത് മനോഹരമായ വാലികളും കൃഷിപ്പാടങ്ങളുമാണ്. ധാരാളം പശു ഫാമുകളുള്ള ഏരിയയാണ് ഈ കാംഗോ കേവ്സും പരിസര പ്രദേശങ്ങളും. സമൃദ്ധമായി വളരുന്ന പുൽച്ചെടികളും നോക്കത്താ ദൂരത്തോളം പച്ച പിടിച്ച് കിടക്കുന്ന കൃഷിപ്പാടങ്ങളുമൊക്കെ ഇവിടുത്തെ ഫാമുകൾക്ക് കൂടുതൽ കരുത്തേകുന്നു. വാലികൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ റെസിഡൻഷ്യൽ ഏരിയയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വളരെ മനോഹരമായി തന്നെയാണ് ഈ ഏരിയകളും പണി കഴിപ്പിച്ചിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ പടിഞ്ഞാറൻ കേപ്പ് പ്രവിശ്യയിലാണ് ഈ ഔട്ട്ഷോൺ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. സ്വാർട്ട്ബർഗ് മലനിരകൾക്കും ഔട്ടൈനിക്വ പർവ്വതനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഭൂപ്രദേശം. ലോകത്തിൻ്റെ ഒട്ടകപക്ഷി തലസ്ഥാനം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഏകദേശം 165 വർഷത്തെ പാരമ്പര്യമുണ്ട് ഔട്ട്ഷോണിലെ ലോകപ്രശസ്തമായ ഒട്ടകപക്ഷിയുടെ തൂവൽ വ്യവസായത്തിന്. ഔട്ട്ഷോൺ പട്ടണത്തിൻ്റെ പ്രധാന വ്യവസായ മാർഗങ്ങൾ ഒട്ടകപക്ഷി കൃഷിയും ടൂറിസവുമാണ്. ഈ മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ധാരാളം ചെറുതും വലുതുമായ ഒട്ടകപക്ഷിയുടെ ഫാമുകൾ കാണാൻ കഴിയും. ഹൈഗേറ്റ് ഓസ്ട്രിച്ച് ഷോ ഫാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന പ്രദേശം. 1938 സ്ഥാപിതമായതാണ് ഈ ഹൈഗേറ്റ് ഒട്ടകപക്ഷി ഷോ ഫാം. ലോകത്തിലെ ആദ്യത്തേതും യഥാർത്ഥവുമായ ഒട്ടകപക്ഷി ഫാം എന്ന നിലയിൽ പ്രശസ്തവുമാണിത്. മനോഹരമായ ക്ലീൻ കരു താഴ്വരയ്ക്ക് അടുത്തായാണ് ഈ ഓസ്ട്രിച്ച് ഫാം സ്ഥിതി ചെയ്യുന്നത്. എൻട്രൻസ് ഏരിയയുടെ സമീപത്തായി തന്നെയാണ് ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള കള്ളിമുൾ ചെടികൾ നട്ട് നടുമുറ്റം ഭംഗിയാക്കിയിട്ടുണ്ട്. ചുറ്റും വ്യത്യസ്തങ്ങളായ മരങ്ങളും ചെടികളും ഈന്തപ്പനകളുമൊക്കെ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. ട്രഡീഷണൽ ഓസ്ട്രിച്ച് ഫാം ടൂറിനായാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എൻട്രൻസ് ഏരിയയ്ക്ക് അടുത്തായി തന്നെയാണ് ഒരു ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിനടുത്തേക്ക് ചെല്ലുന്തോറും ഭീമാകാരന്മാരായ ഒട്ടകപക്ഷികൾ തല ഉയർത്തിപ്പിടിച്ച് നമ്മെ നോക്കുന്ന കാഴ്ചയാണിത്. ചുറ്റും തടിയും ഇരുമ്പ് കമ്പികളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേക ഏരിയയിലാണ് ഒട്ടകപക്ഷികളെ പാർപ്പിച്ചിരിക്കുന്നത്. ആൺപെൺ വർഗത്തിൽപ്പെട്ട ഒട്ടകപക്ഷികൾ ഈ കൂട്ടിനകത്തുണ്ട്. അവയെല്ലാം സന്ദർശകർ എത്തുമ്പോൾ ആഹാരം കഴിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കറുപ്പും വെളുപ്പും ചാരനിറത്തിലുമുള്ള വ്യത്യസ്തങ്ങളായ വർഗ്ഗങ്ങൾ ഈ കൂട്ടിനകത്തുണ്ട്. കരുത്തുറ്റ നീളമുള്ള കാലുകളും യഥേഷ്ടം ചലിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ നീളമുള്ള കഴുത്തുകളുമുള്ള ജീവിയാണ് ഒട്ടകപക്ഷികൾ. ഇവ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ജീവി കൂടിയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഏറെ അപകടകാരിയായ പക്ഷി കൂടിയാണ് ഒട്ടകപക്ഷി. ഇരു കാലുകളിലെയും കൂർത്ത കട്ടിയുള്ള നഖങ്ങൾ കൊണ്ടാണ് ഇവ സാധാരണ ആക്രമണം നടത്തുന്നത്. മുട്ടയിടുന്ന സമയത്തും കുട്ടികൾ കൂടെയുള്ളപ്പോഴും ഇവർ കൂടുതൽ ആക്രമണകാരികളാകാറുണ്ട്. ടൂർ ഗൈഡിൻ്റെ അഭിപ്രായത്തിൽ ആക്രമിക്കാൻ വരുന്ന ഒട്ടകപക്ഷിയുടെ മുൻപിൽ നമ്മൾ പെട്ടുപോയാൽ ഒരു കാരണവശാലും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കരുത്. എഴുന്നേറ്റ് നിന്നാൽ ഇവയുടെ കാലുകൾ കൊണ്ടുള്ള ആക്രമണത്തിൽ ആഴത്തിൽ നമുക്ക് തല മുതൽ പാദം വരെ മുറിവേൽക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. അത്രയ്ക്കും കരുത്താണ് ഇവയുടെ കാലുകളിലെ മൂർച്ചയേറിയ നഖങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഒട്ടകപക്ഷിയുടെ മുൻപിൽ അകപ്പെട്ടു പോയാൽ തറയിൽ കമിഴ്ന്ന് കിടക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അവ പിന്തിരിഞ്ഞു പോയ ശേഷം മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഫാമിൻ്റെ വിശദമായ ടൂർ ഭക്ഷണശേഷം സ്റ്റാർട്ട് ചെയ്യാം.
ദ പെപ്പർ ട്രീ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ ആദ്യം പോയത്. ഇന്നൊരു വെറൈറ്റി ഡിഷാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒട്ടകപക്ഷിയുടെ ഇറച്ചി കൊണ്ടുണ്ടാക്കുന്ന ഒരു ബർഗറാണ് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണം എന്ന് പറയാൻ കഴിയില്ല, കാരണം സമയം 3 മണിയായിരിക്കുന്നു. 5 മണി വരെയാണ് ഈ ഫാം കാണുവാൻ നമുക്ക് അവസരം കിട്ടുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റിന് അകത്തും പുറത്തും ഇരുന്ന് കഴിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കിട്ടിയാൽ എന്തും കഴിക്കുമെന്ന രീതിയിൽ വിശന്ന് നിൽക്കുന്ന എൻ്റെ മുൻപിലേക്ക് എത്തിയ ഒട്ടകപക്ഷിയുടെ മീറ്റ് കൊണ്ടുണ്ടാക്കിയ ബർഗറാണിത്. സുഹൃത്തുക്കൾ ആരും ഈ ഉദ്യമത്തിന് തയ്യാറായില്ല. അവർ ചിക്കൻ ബർഗറുകളും പ്രോൺസും ഒക്കെയാണ് പരീക്ഷിക്കുന്നത്. ഒട്ടകപക്ഷിയുടെ മീറ്റ് സ്പെഷ്യൽ മസാലയിൽ വരട്ടിയെടുത്ത് അതിനെ ബർഗർ ബ്രെഡിലാക്കി വച്ചിരിക്കുന്നു. അതോടൊപ്പം കഴിക്കുവാൻ വൈറ്റ് ഒണിയനും ബേബി ടൊമാറ്റോയും ലീവ്സുകളും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ബർഗർ കുഴപ്പമില്ലാത്ത രുചിയാണ് സമ്മാനിച്ചത്. മാംസം പ്രത്യേകിച്ച് വലിയ കട്ടിയൊന്നുമില്ല. ബീഫിൻ്റെ മീറ്റിനോട് ഏകദേശം സാമ്യമുള്ളതാണ് ഒട്ടകപക്ഷിയുടെ മീറ്റ്. കൊഴുപ്പ് തീരെ കുറഞ്ഞതാണ് ഇവയുടെ മാംസത്തിന്. അതുപോലെ തന്നെ ഒരു ചെറിയ മധുരം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം കഴിക്കണമെന്ന പഴമൊഴിയൊക്കെ മനസ്സിൽ വിചാരിച്ച് കിട്ടിയ ബർഗർ ആസ്വദിച്ച് അകത്താക്കി. തരക്കേടില്ലാത്തൊരു വിഭവം തന്നെയായിരുന്നു ഒട്ടകപക്ഷിയുടെ മീറ്റ് കൊണ്ടുണ്ടാക്കിയ ബർഗർ. ഭക്ഷണശേഷം ഞാൻ പോയത് ഓസ്ട്രിച്ച് ഫാം ഗൈഡഡ് ടൂറിനായാണ്. So this is our winter, and most of us in the hospitality and tourism industry, we go on holiday. So the decor isn't the same. What normally happens, we want to show you, okay, that an ostrich eggshell, it's very important for us. So on the farm, we have incubators. We do incubate the eggs. We do not allow the birds to brood on eggs. An ostrich can give you a maximum of 18 eggs in a nest, and that's the number of eggs an ostrich can cover. ഒട്ടകപക്ഷിയുടെ മുട്ടകളാണ് ഈ കാണുന്നത്. അതിനകത്തെ ഫ്ലഷ് മുഴുവൻ മാറ്റിയ ശേഷം ചിത്രപ്പണികൾക്കായി വൃത്തിയാക്കി വച്ചിരിക്കുകയാണ്. ഇവയുടെ പുറത്ത് പലതരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയോ പ്രിന്റ് ചെയ്തെടുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. തൊട്ടപ്പുറത്തായി ഈ കാണുന്നത് ഒട്ടകപക്ഷിയുടെ തൂവലുകളാണ്. ഇവ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ, വിശറികൾ എന്നിവ ഉണ്ടാക്കാനായാണ് ഉപയോഗിക്കുന്നത്. മെയിൽ ഒട്ടകപക്ഷികൾക്ക് കറുപ്പും വെളുപ്പും നിറത്തിലുള്ള തൂവലുകളും ഫീമെയിൽ ഓസ്ട്രിച്ചിന് ബ്രൗണിഷ് ഗ്രേയുമാണ് കളറുകൾ. 16 മുതൽ 18 വരെ മുട്ടകളാണ് ഒരു സീസണിൽ ഒട്ടകപക്ഷികൾ ഇടാറുള്ളത്. ഇവയെ കൃത്യമായി ഇൻക്യുബേറ്ററിൽ പരിപാലിച്ചാണ് പുതിയ തലമുറ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത്. And all the way with different dynasties in Africa, our African dynasties or royalties were using feathers. And at the time, Queen Victoria, also the 2 dynasties of Europe, the French, the most influential dynasties the world ever had, the French dynasty and the English dynasty, once upon a time also used ostrich feathers, and they immediately promoted them. പണ്ടുകാലത്ത് ഫ്രഞ്ച് ഡൈനാസ്റ്റിയും ഇംഗ്ലീഷ് ഡൈനാസ്റ്റിയും അവരവരുടെ അധികാരത്തിൻ്റെ സിംബലുകൾക്കായി ഒട്ടകപക്ഷിയുടെ തൂവലുകൾ കൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. ഒട്ടകപക്ഷിയുടെ എല്ലുകളും അകത്തെ ഫ്ലഷ് കളഞ്ഞ മുട്ടകളുമാണ് ഈ ഇരിക്കുന്നത്. Okay, so we get the skin from them, but an ostrich can live on the farm for 20 years. We can, for lucrative reasons, we can keep an ostrich and exploit it for 15 years or 20 years. Okay, but an ostrich can live older than that. An average lifespan, the average lifespan of an ostrich is 40 years. ഒട്ടകപക്ഷിയുടെ തൂവലുകൾ കൊണ്ട് തീർത്ത തൊപ്പിയാണിത്. സന്ദർശകർക്ക് ഇത് തലയിൽ വെച്ച് ഫോട്ടോ എടുക്കുവാനുള്ള സൗകര്യവും അവർ ഒരുക്കുന്നുണ്ട്. ഇവയുടെ തൂവലുകൾ ശരിക്കും സോഫ്റ്റാണ്. ഇതുപോലെയുള്ള പലതരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ ഒട്ടകപക്ഷിയുടെ തൂവലുകൾ കൊണ്ട് ഇവർ പുറത്തിറക്കുന്നുണ്ട്. ദുബായ് പോലുള്ള അറബ് രാജ്യങ്ങളാണ് ഇവരുടെ വലിയ കസ്റ്റമേഴ്സ്.
ഒട്ടകപ്പക്ഷിയുടെ മീറ്റും ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നുണ്ട്. അത് കൂടുതലായും സൗത്ത് അമേരിക്കയിലേക്കാണ്. മറ്റൊരു ഏരിയയിൽ ഒരു സ്റ്റാഫ് വിവിധ തരത്തിലുള്ള തൂവലുകൾ ഇവിടെ തരംതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തരംതിരിച്ച ശേഷം ഇവയെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യും. പിന്നെ ഉണങ്ങിയ ശേഷം ആവശ്യമുള്ള കളർ നൽകി വിവിധങ്ങളായ അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കും. ഒട്ടകപ്പക്ഷിയുടെ തൂവലുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ പെട്ടെന്ന് സക്ക് ചെയ്തെടുക്കുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതുകൊണ്ടാണ് മണലാരണ്യമുള്ള നാടുകളിൽ ഇവർക്ക് കൂടുതൽ ഡിമാൻഡുള്ളത്. പ്രത്യേകിച്ച് അറബി നാടുകളിലെ വീടുകളിൽ ഇവർ ഇത് സൂക്ഷിക്കാറുണ്ട്. Boa, yeah. The guys from Dubai, they like that for dancing. It's a scarf. It's a scarf. Don't you worry. It's just a scarf. Yeah. Okay. Makes you look a little different. Yeah. It's just a scarf. Yeah. What about this? These eggs are coming from non-fertile eggs. ഓസ്ട്രിച്ച് ഫാമിൽ മുട്ടകൾ സൂക്ഷിക്കുന്ന ഇൻക്യുബേറ്റർ കാണാനായാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുമാണ് മുട്ടകൾ വിരിയിക്കുന്നത്. Then they will regulate the temperature inside here, and then you get the babies hatching. Every now and then, they lay an egg, you put an egg here. But if an egg has not been fertilized, you won't see a baby. And this is what we use to check a fertile or a non-fertilized egg. Just as simple as it is, you put an egg on top of it. And that's your first incubator ever. It's a landmark of all of the incubators that they have known. It all started from this incubator just after First World War. ആദ്യത്തെ ഇൻക്യുബേറ്ററാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവ ഉപയോഗിക്കുന്നില്ല. പുറത്തെത്തുമ്പോൾ വലിയ പക്ഷികൾക്ക് അടുത്തായി തന്നെ ചെറിയ പക്ഷികൾക്കും ഇവിടെ കൂടൊരുക്കിയിട്ടുണ്ട്. അവയെല്ലാം ചെറുതാണെങ്കിലും തലപൊക്കിയാൽ ഒരു സാധാരണ മനുഷ്യന്റെ പൊക്കം വരും. ഇനി നമ്മൾ പോകുന്നത് ഒട്ടക പക്ഷികൾക്ക് തീറ്റ കൊടുക്കുവാനും ഫോട്ടോ എടുക്കുവാനും ഒക്കെയാണ്. നമ്മുടെ കൈവശമുള്ള ബക്കറ്റിനുള്ളിലേക്ക് ഗൈഡ് തീറ്റകൾ ഇട്ട് നൽകും. നമ്മൾ പുറം തിരിഞ്ഞു നിന്നാൽ ഒട്ടക പക്ഷികൾ തലയ്ക്ക് മുകളിലൂടെ വന്ന് കയ്യിലിരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണം കൊത്തി കഴിക്കും. നല്ല രസമുള്ള ഒരു കാഴ്ചയും പ്രവൃത്തിയും ഒക്കെയാണത്. കൂട്ടത്തിലുള്ളവരുടെ പേടിയും ആകാംക്ഷയും സന്തോഷവും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. Don't look back at them. Get closer. Eyes, but towards us, not towards us. I've got a few left. Kids, Yeah, come on. This guy want to go? You can do it. Yeah, go. Thank you. But that's the best way. Not my hair. Because they like shiny things. So if you've got some shiny stuff on you, they'll peck on those things. Nice, nice. Oh my gosh. Relax. So now we have female only, right? Yeah, this is a female. That's an albino. That's an albino. ടൂറിസ്റ്റുകൾക്ക് ലൈവായി ഒട്ടകപ്പക്ഷിയുടെ തൂവൽ പറിച്ചു തരികയാണ് ടൂർ ഗൈഡ്. അവയ്ക്ക് വേദനിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അത്തരം വിഷ്വൽസ് ഞാനിവിടെ ഒഴിവാക്കുകയാണ്. പറിച്ചെടുത്ത തൂവലുകളുടെ അഗ്രഭാഗത്ത് നിന്നും രക്തം പൊടിയുന്നുണ്ടായിരുന്നു. Okay, I'm done. Stay there. Smile. You're not smiling. Oh shit. I'm done. They don't have meat here. They don't have meat there. It's a strong breastplate. And that's the reason why they can't fly. Because they don't have any breast muscles here, no muscle traction for them to do this. Okay? When a male ostrich is in heat, he wants to make babies, his feet will become red as red can be, those feet. And the beak also. Okay? So you must be careful when you see a male that is red on the beak.
That's an hormonal sign on the male. like It this wants one. to make babies. Yeah, like this It's one. building up. It's Oh my building up. We are God. almost coming to that season. From September, most of them will be like wild. They want to make babies. And then you're gonna hear the sound. That's a mating call when a male wants to make babies. And they also dances. They love dance to entice the female. I was just laughing. Now, Why did the riding stop? ഒട്ടകപക്ഷിയുടെ പുറത്തുകയറിയുള്ള റൈഡുകളും ഇവിടെ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അവയുടെ പുറത്തുകയറി സഞ്ചരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം വിവരിച്ചു തരുന്നുണ്ട്. humans, I climb on it and I ride it. You use the neck as a handbrake. If you pull the neck, it stops. If you do this, it goes left. You do that, it goes right. If you do this, it goes left. You do this, it goes right. If you pull the neck backwards, it stops. Yeah. It's got 19 vertebrae. Oh. Yeah. See, they have some badge on them. Yeah. So they are some This is special. for traceability. That means it's been a special bird, been used for breeding. Yeah. And then when they go to the abattoir for slaughter, they need to have badges also. ബ്രീഡിങ്ങിനായി ഇവിടെ ഉപയോഗിക്കുന്ന സ്പെഷ്യലായി പരിപാലിക്കുന്ന ഒട്ടകപക്ഷിയാണിത്. അവയെ തിരിച്ചറിയാനായി ഇവയുടെ കഴുത്തിൽ പ്രത്യേകതരം ബാഡ്ജുകളൊക്കെ ഘടിപ്പിച്ചിട്ടുമുണ്ട്. സുരക്ഷയുടെ ഭാഗമായാണ് അങ്ങനെ ചെയ്യുന്നത്. ഒട്ടകപക്ഷിയുടെ മീറ്റ് ഇവിടെ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഇവയുടെ മാംസം കട്ട് ചെയ്യുന്ന പ്രത്യേക ഏരിയയിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോയി കാഴ്ചകൾ കാണാൻ കഴിയും. ഒട്ടകപക്ഷിയുടെ മുട്ട, സ്കിൻ, തൂവൽ, ബോൺ എന്നിവ കൊണ്ടുണ്ടാക്കിയ അലങ്കാര വസ്തുക്കൾ ധാരാളമായി ഇവിടെ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ എത്തിയാൽ ഡയറക്റ്റായി ഇവ മേടിക്കുവാനുള്ള സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട്. ഒട്ടകപക്ഷിയുടെ സ്കിന്നു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ലേഡീസ് ബാഗുകളാണിത്. ഇവിടെ മറ്റൊരു ഭാഗത്തായി ഫ്ലഷ് കളഞ്ഞ ഒറിജിനൽ വൈറ്റ് മുട്ടകൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിട്ടുമുണ്ട്. വിവിധ വർണ്ണങ്ങളിലുള്ള തൂവലുകൾക്കൊപ്പം യഥാർത്ഥ നിറത്തിലുള്ള തൂവലുകളും നമുക്ക് ഇവിടെ നിന്നും വാങ്ങിക്കുവാൻ കഴിയും. ഇവയെല്ലാം വാങ്ങിയാൽ വളരെ ഭംഗിയായി ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പാകത്തിൽ അവർ നമുക്ക് പാക്ക് ചെയ്ത് തരും. ഒട്ടകപക്ഷിയുടെ അസ്ഥികൂടം അഥവാ സ്കെലട്ടനാണ് ഈ കാണുന്നത്. എത്ര വലുതാണല്ലേ! ഓസ്ട്രിച്ചിൻ്റെ മൗത്തിൻ്റെ സ്കെലട്ടനാണിത്. തൊട്ടടുത്തായി ഈ കാണുന്നത് അവയുടെ പ്രോസസ്സ് ചെയ്തെടുത്ത സ്കിന്നാണ്. ഇവയാണ് പലതരം ബാഗുകളായി മാറുന്നത്. ഒട്ടകപക്ഷി എന്ന ഒരു ജീവിയെ കൊണ്ട് മാത്രം ബിസിനസ് നടത്തുന്ന ഒരു സംരംഭമാണിത്. ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടേക്ക് കടന്നു വരുന്നതും കാഴ്ചകൾ കാണുന്നതും. ഈ കാഴ്ചകൾക്കപ്പുറം വലിയൊരു ബിസിനസ് സാധ്യതയാണ് ഇത്തരം ഓസ്ട്രിച്ച് ഫാമുകൾ തുറന്നിടുന്നത്. ഹൈഗേറ്റ് ഓസ്ട്രിച്ച് ഫാമിൻ്റെ കാഴ്ചകൾക്ക് ശേഷം തിരികെ ജോർജിലേക്കാണ് എൻ്റെ യാത്ര. സമയം സന്ധ്യയോടടുക്കുന്നു.
സുന്ദരമായ ഈ ഭൂപ്രദേശത്തിലൂടെ കടന്ന് സൗത്ത് ആഫ്രിക്കൻ പട്ടണമായ ജോർജിലേക്ക് എത്തണമെങ്കിൽ 75 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇരുഭാഗത്തും സുന്ദര കാഴ്ചകളാണ്. ഒരു ഭാഗത്ത് മലയും മറുഭാഗത്ത് താഴ്വരയുടെ കാഴ്ചകളുമാണ്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ ജോർജിൽ എത്തിച്ചേർന്നു. ജോർജിലെ ഗാർഡൻ റൂട്ട് മാളാണ് ഈ കാണുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം ഇനി ഇവിടെ നിന്നും വീണ്ടും 50 കിലോമീറ്റർ കൂടി സഞ്ചരിക്കേണ്ടതുണ്ട് നൈസ്നായിലേക്ക്. അവിടെയാണ് എൻ്റെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് ഈ മാളിനുള്ളിൽ കാണാൻ കഴിയും. എൻട്രൻസ് ഏരിയയുടെ ഒരു വശത്തായി ക്രമീകരിച്ചിട്ടുള്ള ജിറാഫിൻ്റെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച മോഡലാണ് ഈ കാണുന്നത്. ഓസ്ട്രിച്ച് ഫാം കാഴ്ചകളും യാത്രകളും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുവാനും. ചില സാങ്കേതിക കാരണങ്ങളാൽ ഓസ്ട്രിച്ചിൻ്റെ പുറത്ത് കയറിയുള്ള റൈഡ് നടത്തുവാൻ കഴിഞ്ഞില്ല. വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഓസ്ട്രിച്ച് റൈഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. പലനാടൻ്റെ യാത്രകൾ തുടരുകയാണ്. ഒപ്പം വരൂ, ഒത്തിരി കാണാം.